ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതികൾ രാംനാരായണനെ വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്നും മുഖത്ത് ചവിട്ടിയെന്നും റിപ്പോർട്ടിൽ. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. നന്ദഗോപാൽ, ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ? വളരെയധികം ഞെട്ടിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ രാംനാരായണൻ അനുഭവിക്കേണ്ടി വന്ന ഈ ക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് പ്രതികൾ ഈ വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാംനാരായണന്റെ മുതുകിലും മുഖത്തും ഇവർ ചവിട്ടി എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പാടുകൾ അനുസരിച്ച് ശക്തമായ മർദ്ദനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ 2 മണിക്കൂറാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദയനീയമായ മരണമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. വലിയൊരു കൊലപാതകം തന്നെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവത്തിൽ നിലവിൽ ഇപ്പോൾ 5 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ 4 പേർ BJP RSS പ്രവർത്തകരാണ് എന്നുള്ളത് പറയുന്നു. പക്ഷേ കൂടുതൽ പേർ ഇതിൽ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 15ഓളം ആളുകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ പലരും നാട് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ശക്തമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ ദുഃഖകരമായ ഒരു സംഭവം, വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി നന്ദു, എന്തായാലും ഇതിനകത്ത് ജിൽസി ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ശരിക്കും പ്രതികളാണ്. പ്രതികളുടെ കയ്യിൽ നിന്ന് മേടിച്ചാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിനിപ്പോ വിചാരണയൊക്കെ കഴിഞ്ഞ് ശിക്ഷ വിധിക്കണം. അപ്പോഴത്തേക്ക് പറ്റും. അപ്പൊ താൽക്കാലികമായി സംസ്ഥാന സർക്കാർ ഒരു പ്രതികളിൽ നിന്ന് ഈടാക്കുക എന്നുള്ളതായിരിക്കും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത്തരത്തിലുണ്ടാകുന്ന ഇത്തരം വിവാദങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഒഴിവാക്കി വളരെ പെട്ടെന്നൊരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം.